സ്റ്റോഷിയോമെട്രിയാണ്. ആ സ്റ്റോഷിയോമെട്രിയിൽ തന്നെ നമുക്ക് 2-3 സെക്ഷൻ ആക്കാം. ഒന്ന് സിമ്പിൾ സ്റ്റോഷിയോമെട്രി, എളുപ്പമുള്ളതാണ്, അത് വലിയ ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. 2 ലിമിറ്റിംഗ് റിയേജൻറ്റ്, അല്ലേ? 3 പെർസെൻറ്റേജ് ഈൽഡ്, പിന്നെ എന്താണ് പ്യൂരിറ്റി പെർസെൻറ്റേജ് എന്നൊക്കെ ഉള്ളത്. 4 സ്റ്റോഷിയോമെട്രി ഓഫ് മിക്സ്ചേഴ്സ്, പിന്നെന്താണ് സീക്വൻസ് റിയാക്ഷൻ, സ്പൈറൽ റിയാക്ഷൻ. ഇങ്ങനെ ഒരു 4 സെക്ഷൻ ആക്കിയിട്ട് നമുക്ക് ഈ സ്റ്റോഷിയോമെട്രിന് പറയണം. അപ്പോൾ ഓരോന്നിൻ്റെയും ചോദ്യങ്ങളിലേക്ക് കടന്ന് നമുക്ക് പഠിക്കാം. ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. അപ്പോൾ സിമ്പിൾ സ്റ്റോഷിയോമെട്രി നമ്മൾ വലിയ ചോദ്യങ്ങളൊന്നും പറയുന്നില്ല. നമുക്ക് ലിമിറ്റിംഗ് റിയേജൻറ്റ് തൊട്ട് നോക്കാം. ലിമിറ്റിംഗ് റിയേജൻറ്റ് നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ലിമിറ്റിംഗ് റിയേജൻ്റെ പ്രോബ്ലംസിൽ ആദ്യം നമ്മൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് കാണണം. ഒരു കാര്യം ഓർക്കുക, ഞാൻ ഈ പറയുന്ന രീതികൾ ഒരു JEE അല്ലെങ്കിൽ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കാണ്. റെഗുലർ കുട്ടികൾ എക്സാമിനേഷൻ പേപ്പറിൽ ഞാൻ ഈ പറയുന്ന രീതികളൊന്നും ചെയ്യരുത്. ഇത് ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ലെവലിൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡല്ല. നമ്മൾ ഈ പറയുന്നതൊക്കെ ഒരു ഒബ്ജക്റ്റീവ് MCQ പരീക്ഷയ്ക്ക് വേണ്ട രീതിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ലിമിറ്റിംഗ് റിയേജൻറ്റ് കാണുക എന്നുള്ളതാണ്. ഒരു റിയാക്ഷൻ എന്നാൽ നമുക്ക് എന്തായാലും ആദ്യം ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് അതെങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. ഇഫ് 20 gram calcium carbonate is treated with 20 gram HCl, if 20 gram calcium carbonate is treated with 20 gram HCl, how many grams of carbon dioxide will be generated? ഇപ്പോൾ 20 gram കാൽഷ്യം കാർബണേറ്റ് ഉണ്ട്, 20 gram HCl ഉണ്ട്. ഇത് തമ്മിൽ റിയാക്ട് ചെയ്താൽ എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ആദ്യം ലിമിറ്റിംഗ് റിയേജൻറ്റ് കാണണം. ഇതിൽ ഒന്നാമത്തെ വഴി നമുക്ക് ഇതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ്. CaCO3 + 2HCl gives 1 കാൽഷ്യം കാർബണേറ്റ് വിൽ കാർബൺ ഡൈ ഓക്സൈഡ്. ഞാൻ ബാക്കിയുള്ള കാൽഷ്യം ക്ലോറൈഡ് എന്നുള്ളതൊന്നും ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നില്ല. ഒരു കാൽഷ്യം കാർബണേറ്റും 2 HClഉം കൂടെ റിയാക്ട് ചെയ്താൽ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഇതിൻ്റെ മോൾ റേഷ്യോ 1:2 ആണ്. ഇനി ഇതിൻ്റെ മോള് കണ്ടുപിടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ സ്കൂൾ ലെവലിലൊക്കെ ചെയ്യുന്ന വഴി. ഇനി ഞാൻ പറയുന്നു, എളുപ്പത്തിൽ നമുക്കിത് ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടുപിടിക്കാം. വി ക്യാൻ ഫൈൻഡ് വിച്ച് ഈസ് ദ ലിമിറ്റിംഗ് റിയേജൻറ്റ് വെരി ഈസിലി. ഈ ചോദ്യത്തിലൊക്കെ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി അല്ലാത്തതിൻ്റെ നമുക്ക് അറിയാത്തതൊക്കെ ആണ് എങ്കിൽ നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഗ്രാം ഇക്വലൻസ് എത്രയാണെന്ന് നോക്കുക. ഏതിനാണോ ഗ്രാം ഇക്വലൻസ് കുറവുള്ളത് അതായിരിക്കും ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പോൾ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് കാണാനുള്ള ഫോർമുല നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു n factor 1. അപ്പോൾ നമുക്ക് കാൽഷ്യം കാർബണേറ്റിൻ്റെ ഗ്രാം ഇക്വലൻസ് കാണാം. 20/100 × 2, ദാറ്റ് ഈസ് 40/100, 4/10. എത്രയാണ് ഗ്രാം ഇക്വലൻസ്? 0.4 ആണ്. ഇനി HClൻ്റെ കാണാം 20/36.5 × 1 എന്ന് വെച്ചാൽ 20/36 എടുക്കാം. 20/36 എടുക്കാം എന്ന് വെച്ചാൽ 20/36.5 വേണമെങ്കിൽ 10/18.5 എന്നൊക്കെ എടുക്കാം. ഇതെന്തായാലും ജസ്റ്റ് 0.5നും മുകളിലാണ് അല്ലേ. 9.25/18.5 ആണെങ്കിൽ 0.5 ആണ്, 0.5ലും കൂടുതലാണ്. അപ്പം ഞാനിപ്പോൾ ചെയ്ത സ്റ്റെപ്പ് എന്താണ്? രണ്ടിൻ്റെയും നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് കണ്ടു. നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു n ഫാക്ടർ ആണ്. 20/100 × 2 കാൽഷ്യം കാർബണിൻ്റെ n ഫാക്ടർ 2 ആണ്. HClൻ്റെ n ഫാക്ടർ 1 ആണ്. 20/36.5 × 1. നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് കുറവ് കാൽഷ്യം കാർബണേറ്റിനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജൻറ്റ്. നമ്മൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടുപിടിച്ചു. സോ എൻ്റെ ഇന്നത്തെ പോയിന്റ് ഇതേ ഉള്ളൂ. ലിമിറ്റിംഗ് റിയേജൻറ്റ് കാണാൻ എപ്പോഴാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് പ്രോബ്ലം ആണെന്ന് നമുക്ക് മനസ്സിലാവുക? 2 റിയാക്റ്റൻറ്റിൻ്റെയും മാസ് തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 റിയാക്റ്റൻ്റെയും എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാവാം. ലിമിറ്റിംഗ് റിയേജൻറ്റ് പ്രോബ്ലം എന്ന് മനസ്സിലാവാം. ഇനി 2 എമൗണ്ടിൽ നിന്ന് നമുക്ക് ലിമിറ്റിംഗ് റിയേജൻറ്റ് കാണാം. നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ 8 ഗ്രാം അലൂമിനിയവും വേണ്ട 9 ഗ്രാം അലൂമിനിയവും
ഒരു 11.2 ലിറ്റേഴ്സ് ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്താൽ എത്ര അലൂമിനിയം ഓക്സൈഡ് ഉണ്ടാവും എന്നുള്ള ചോദ്യത്തിൽ നമുക്ക് ആദ്യം ലിമിറ്റിംഗ് റിയേജന്റ് കാണണം. എന്തുകൊണ്ടാണ്? രണ്ടെണ്ണത്തിൻ്റെയും എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം രണ്ടെണ്ണത്തിൻ്റെയും ഗ്രാം ഇക്വലൻസ് കാണണം. ഗ്രാം ഇക്വലൻസ് കാണണം എങ്ങനെയാ? 9/27 നമ്പർ ഓഫ് മോൾസ്, 9/27 1/3 ഇൻറ്റു ഇതിൻ്റെ n factor 3. ഓക്സിജൻ എങ്ങനെ കാണാം? ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ഇൻറ്റു അറ്റോമിസിറ്റി ഇൻറ്റു വാലൻസി. ഓക്സിജൻ്റെ n ഫാക്ടർ 4 ആണ്. അപ്പോൾ എനിക്കത് കിട്ടും 11.2 ഡിവൈഡഡ് ബൈ 22.4 ഇൻറ്റു 4. എനിക്ക് ഇത് കിട്ടുക 2 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഇത് 1 ആണ്, ഇത് 2 ആണ്. കുറവുള്ളത് ആരാണ്? അലൂമിനിയം ആണ്. സോ അലൂമിനിയം ഈസ് ദി ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പോൾ ലിമിറ്റിംഗ് റിയേജന്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. രണ്ട് റിയാക്റ്റൻറ്റിൻ്റെയും ഗ്രാം ഇക്വലൻസ് കണ്ടുപിടിച്ച് ഏതാണോ കുറവ് അതാണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റിംഗ് റിയേജന്റ് കിട്ടിക്കഴിഞ്ഞല്ലോ, കാൽഷ്യം കാർബണേറ്റ് ആണ്. ഇനി നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. 100 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് 44 ഗ്രാം കിട്ടുമായിരുന്നു. ഇവിടെ കാൽഷ്യം കാർബണേറ്റ് 20 ഉള്ളൂ എന്ന് വെച്ചാൽ ഇതിൻ്റെ 1/5. സോ ആ ആൻസർ ഈസ് 8.8 ഗ്രാം. എളുപ്പമുള്ള ചോദ്യമാണ്, ഞാൻ ഭയങ്കര വിഷമമുള്ള ചോദ്യമൊന്നും അല്ല ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. എൻ്റെ പോയിന്റ് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കാൻ എളുപ്പമുള്ള വഴി രണ്ട് റിയാക്ടറിൻ്റെയും ഗ്രാം ഇക്വലൻസ് നോക്കിയാൽ മതി. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ ഓൺ ലിമിറ്റിംഗ് റിയേജന്റ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്ത സെക്ഷൻ ഏതായിരുന്നു? പെർസെൻറ്റേജ് പ്യൂരിറ്റി, പെർസെൻറ്റേജ് ഈൽഡ് എന്ന് പറയുന്ന സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ശരി, അടുത്ത നമുക്ക് പറയാനുള്ളത് പെർസെൻറ്റേജ് ഈൽഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. പെർസെൻറ്റേജ് ഈൽഡിൻ്റെ ഫോർമുല ഇതാണ്. പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ഈൽഡ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ ഈൽഡ് ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ ഈൽഡ് ഇൻറ്റു 100. ആക്ച്വൽ ഈൽഡ് ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ ഈൽഡ് ഇൻറ്റു 100. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആക്ച്വൽ ഈൽഡ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ മിക്കവാറും എന്തായിരിക്കും? ആക്ച്വൽ ഈൽഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്ത് സ്റ്റോഷിയോമെട്രി ചെയ്ത് കണ്ടുപിടിക്കുന്ന വാല്യൂ എന്തായിരിക്കും? തിയറിറ്റിക്കൽ ഈൽഡ്. ഇപ്പോൾ ഈ ഒരു കാര്യം ഓർത്താൽ തന്നെ ഈ ചോദ്യം വളരെ വളരെ എളുപ്പമാണ്. അപ്പോൾ വേണമെങ്കിൽ ഒരു ചോദ്യം നമുക്ക് പറയാം. എൻ്റെ കയ്യിൽ 1.12 ഗ്രാം കാൽഷ്യം ഓക്സൈഡ് എക്സസ് HCl ട്രീറ്റ് ചെയ്തപ്പോൾ എനിക്ക് 1.85 ഗ്രാം കാൽഷ്യം ക്ലോറൈഡാണ് കിട്ടിയിരിക്കുന്നത്. 1.12 ഗ്രാം കാൽഷ്യം ഓക്സൈഡ് ട്രീറ്റ് ചെയ്തപ്പോൾ 1.85 ഗ്രാം കാൽഷ്യം ക്ലോറൈഡാണ് കിട്ടിയിരിക്കുന്നത്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഈൽഡ്? മക്കളെ, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ആക്ച്വൽ ഈൽഡ്. ഇനി നമ്മൾ എന്ത് കാണണം? തിയറിറ്റിക്കൽ ഈൽഡ് കാണണം. 1.12 ഗ്രാം എന്ന് വെച്ചാൽ 2/100 ആണ് നമ്പർ ഓഫ് മോൾസ്. 56 1 മോൾ, 112 2 മോൾ, 1.12 2/100. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടേണ്ട നമ്പർ ഓഫ് മോൾസ് 2/100 ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ മാസ് എടുത്താൽ എനിക്ക് 2.22 ഗ്രാം കിട്ടണമായിരുന്നു. തിയറിറ്റിക്കൽ ഈൽഡ് 2.22 ആണ്. ഇവിടെ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 1.85 ആണ്. സോ പെർസെൻറ്റേജ് ഈൽഡ് ഈസ് ഈക്വൽ ടു 1.85 ഡിവൈഡഡ് ബൈ 2.22 ഇൻറ്റു 100. So it will become 185 divided by 2.22. 2.22 can be rewritten as 2/9. So 185 into 9 divided by 2. So that is equal to 5, 4 left, 6, 7 left. 16 divided by 2. So your answer will be 83 point. Into 100 ഞാൻ വിട്ടിട്ടുണ്ട്. ഇൻറ്റു 83 കിട്ടും. 83.325 something. Your answer will be something around 83%. എന്തോ ആട്ടെ, നമ്മൾ നോക്കേണ്ടത് പെർസെൻറ്റേജ് ഈൽഡ് കാണാൻ ആക്ച്വൽ ഈൽഡ് ഡിവൈഡഡ് ബൈ തിയറിറ്റിക്കൽ ഈൽഡ് ആണ്. ഇനി നമുക്ക് പെർസെൻറ്റേജ് പ്യൂരിറ്റി ആയി ബന്ധപ്പെട്ട ചോദ്യങ്ങളും കൂടെ നമുക്ക് എന്ത് ചെയ്യണം? റിലേറ്റഡ് വിത്ത് ക്വസ്റ്റ്യൻ റിലേറ്റഡ് വിത്ത് പെർസെൻറ്റേജ് പ്യൂരിറ്റി. പെർസെൻറ്റേജ് പ്യൂരിറ്റി ഏടെ പോയിട്ട് ക്വസ്റ്റ്യൻ ഒന്നും കാണുന്നില്ലല്ലോ. ഓക്കെ, റൈറ്റ്, ഐ ഗോട്ട് വൺ ക്വസ്റ്റ്യൻ. So percentage purity is equal to എന്താ ഫോർമുല? percentage purity is equal to എന്താണ്? amount of reactant needed as per equation divided by amount taken
ഇൻറ്റു 100. നമ്മൾ റിയാക്ഷൻ്റെ കാൽക്കുലേഷൻ നോക്കിയപ്പോൾ എത്ര വേണമായിരുന്നു, സ്റ്റോഷിയോമെട്രി വെച്ചിട്ട് എത്ര വേണമായിരുന്നു, ഡിവൈഡഡ് ബൈ എത്ര എടുത്തിട്ടുണ്ട് ഇൻറ്റു 100. സോ ദിസ് ഈസ് ദ ആക്ച്വൽ എമൗണ്ട് ടേക്കൺ. ഇത് നമുക്ക് ക്വസ്റ്റിനിൽ തരണം. ഇത് നമ്മൾ ക്വസ്റ്റിന് ചെയ്തു നോക്കി കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് പ്യൂരിറ്റി കാണാം. ഇതാണ് പെർസെൻറ്റേജ് പ്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം. സോ ഹിയർ ഈസ് മൈ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് കാൽഷ്യം ഓക്സൈഡ് ഇൻ കിലോഗ്രാം that can be produced by heating 2000 kilogram 90% pure calcium carbonate. So calcium carbonate can be calcium carbonate എത്ര, ഒരു കാൽഷ്യം ഓക്സൈഡ്. കാൽഷ്യം കാർബണേറ്റ് എന്ത് ചെയ്യാം, ഒരു കാൽഷ്യം ഓക്സൈഡ് ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ ആക്ച്വൽ എടുത്തേക്കുന്നത് 200 കിലോ ആണ്. അപ്പോൾ തിയറിറ്റിക്കലി എമൗണ്ട് ഞാൻ എടുക്കുന്നത് എത്രയായിരിക്കും, 180 kg ആയിരിക്കും. കാരണം എന്താണ്, 90% പ്യൂറേ ഉള്ളൂ. 180 kg എന്ന് പറയുന്നത് ഏകദേശം ഇത്രയും ഗ്രാമാണ് എന്ന് വെച്ചാൽ അത് 1800 മോളായിരിക്കും. കാൽഷ്യം ഓക്സൈഡ് എത്രയായിരിക്കും, 1800 മോളായിരിക്കും. ഇൻറ്റു 56 ചെയ്താൽ എത്രയാണോ ആൻസർ കിട്ടുക അതായിരിക്കും നമ്മുടെ ആൻസർ. അത് ഏകദേശം 10,000 ഏകദേശം 100.8 കിലോഗ്രാമൊക്കെ കിട്ടും. ഇതാണ് പെർസെൻറ്റേജ് ഈൽഡുമായിട്ട് പെർസെൻറ്റേജ് പ്യൂരിറ്റിയായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ സ്റ്റോഷിയോമെട്രി ഇത്രയേ ഉള്ളൂ. കാര്യമായ ചോദ്യങ്ങൾ വരാറുള്ളത് ലിമിറ്റിംഗ് റിയേജൻ്റ് നിന്നാണ്. ലിമിറ്റിംഗ് റിയേജൻ്റ് കാണാനുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയുള്ള കാര്യങ്ങൾ ഈ 2-3 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നാളെ തൊട്ട് ചെറിയൊരു മാറ്റമുണ്ട്. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് പറയുന്നു, നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് പലർക്കും ഇഫക്റ്റീവായി തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇത് നീങ്ങുന്നില്ല. അതുകൊണ്ട് നാളെ തൊട്ട്, അപ്പോൾ ഇന്ന് തീയതി 25-ാം തീയതിയാണ്, 26-ാം തീയതി മുതൽ ഞായറാഴ്ച മുതൽ നമ്മൾ ലൈവായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ, യൂണിവേഴ്സിറ്റി ഗ്രൂപ്പ്, അതേപോലെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ രാവിലെ 12 മണിക്ക് ഒരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, 30 ചോദ്യത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടും. യു സോൾവ് ഇറ്റ്. നിങ്ങൾ വീട്ടിൽ നിന്നത് സോൾവ് ചെയ്യുക. അതിൻ്റെ വീഡിയോ സൊല്യൂഷൻ രാത്രി 8 മണിക്ക് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് സംശയമുള്ളത് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ ഞാൻ അതിന് കൂടുതൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അല്ലെങ്കിൽ 30 ചോദ്യത്തിൻ്റെ കീയും അതിൻ്റെ സൊല്യൂഷനും നമ്മൾ വീഡിയോ ആയിട്ട് തരും. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഒരു ക്രാഷ് കോഴ്സ് പോലെ, അല്ലെങ്കിൽ പെട്ടെന്നൊരു റിവിഷൻ പ്രോഗ്രാം പോലെ പോവാം. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് സംശയം ഉണ്ടെങ്കിൽ അതും എനിക്ക് വാട്സപ്പ് ചെയ്താൽ അതിൻ്റെ വീഡിയോയും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി ഈ വീഡിയോ കാണുന്ന കുട്ടികൾ പൊതുവായ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇല്ലാത്തവരുണ്ട് എങ്കിൽ അവർക്ക് ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറായ 8593939493 എന്ത് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ അവർക്കും കൂടെ ക്വസ്റ്റ്യൻ കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ നിർത്തുന്നു. താങ്ക് യു. ദിസ് ഈസ് മീ ജയദീപ് സൈനിങ് ഓഫ്. താങ്ക് യു.